സംഘകാലം ചേര ചോള പാണ്ഡ്യ രാജവംശജരുടെ കാലഘട്ടം. മാനായ്ക്കൽ എന്ന പ്രമുഖ കപ്പൽ വ്യാപാരിയുടെ സുന്ദരിയായ പുത്രിയായിരുന്നു കണ്ണകി. അവൾ ലക്ഷ്മി ദേവിക്ക് സമം. ആ കൗമാരക്കാരിക്ക് പ്രായം 12. പുകഴ്പെറ്റ ചോഴനാടിൻ്റെ തലസ്ഥാനമായിരുന്ന പുകാർ നഗരം, മനോഹരമായ കാവേരി നദീതീരത്തെ കാവേരി പൂമ്പട്ടണം, അവിടെയായിരുന്നു ഇവർ പാർത്തിരുന്നത്. അവൾക്ക് വിവാഹം നിശ്ചയിച്ചു. മാശുത്വാൻ എന്ന സമ്മനന്റെ പുത്രൻ കോവലനായിരുന്നു വരൻ. ആ മംഗളമുഹൂർത്തം നാടെങ്ങും വിളംബരം ചെയ്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അവൾ അവൻ്റെ കൈപിടിച്ച് മഞ്ചത്തിലേറവേ പൂങ്കുടി പെൺകിടാങ്ങൾ നൃത്തനൃത്യങ്ങളാലും മംഗളധൂപദീപങ്ങളാലും അവരെ ആശീർവദിച്ചു. ശേഷം മഹത്തായ ഗൃഹസ്ഥാശ്രമം കാക്ഷിച്ച് കണ്ണകി കോവലിനുമൊത്ത് മാറിപ്പാർക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവൾ രംഗപ്രവേശനം ചെയ്തതോടെ താളപ്പിഴകൾ ആരംഭിച്ചു. ആട്ടക്കാരി മാധവി. നീ തായ കലമോട് കീഴടി
കാലങ്ങൾ പാലുന്നു പയ്യെ പയ്യെ നവനീത ചോരൻ ഗോപാല ബാലേ യശോദേ നീരി സ സഗ നീരി സ സമ നീരി സ സ പ മ ഗ രി സ നീരി സ സഗ നീരി സ സമ നീരി സ സ പ മ ഗ രി സ പ പ സ സ നി ധ ധ പ പ പ പ പ പ രി രി സ നി രി ധ ധ പ പ ധ പ പ സ സ നി ധ ധ പ പ പ പ പ പ രി രി സ നി രി ധ ധ പ പ ധ സ സ ഗ ഗ രി രി പ മ ഗ രി സ സ ഗ ഗ രി രി പ മ ഗ രി സ സ ഗ ഗ രി രി പ മ ഗ രി സ സ സ ഗ ഗ രി രി പ മ ഗ രി സ സ ഗ ഗ രി രി പ മ ഗ രി സ സ ഗ ഗ രി രി പ മ ഗ രി സ നി സ ഗ നി സ മ 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 നി സ ഗ അവൻ അവളെ സ്വന്തമാക്കി. വിവേകം കാമത്തിന് വഴിമാറിയതോടെ പാവം കണ്ണകിയെ അവൻ മറന്നു. അവൻ അവളുമൊത്ത് മന്മഥ ലീലകളാടി. അവൻ അവൾക്ക് മണിമേഖല എന്ന പെൺകുഞ്ഞിനെ സമ്മാനിച്ചു. കണ്ണാമ്പോടുറങ്ങു നീ അമ്പാടി കണ്ണാവാവുറങ്ങ് അമ്പിളി മാമനെ തോണിയാക്കി നീ ആകാശഗംഗയിലാറാട് അവയേഴും താരക്കുഞ്ഞുങ്ങൾക്കൊപ്പം നീ ആനന്ദമോടെ അങ്ങാറാട് കടലാസു വഞ്ചിയിൽ പോയി കടലിലെ കനകക്കൽ കൊട്ട. കോവലൻ മാധവിയെ പിരിയാനാവാത്ത വിധം അവിടെ പാർത്തു. കോവലൻ തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും അവളുടെ വലിയ കാൽ കീഴിലേക്ക് കൂറുമാറി. കോവലന്റെ മനസ്സിനുമുണ്ടായി ഒരു ചലനം. തന്റെ സ്വപ്നത്തിൽ നിരന്തരം കണ്ണകിയുടെ മുഖം തെളിഞ്ഞു. താൻ എന്തൊരു മഹാപാപമാണ് ചെയ്തതെന്ന് കോവലൻ ചിന്തിച്ചു തുടങ്ങി. മാധവിയെ പുണർന്ന കോവലന്റെ കരങ്ങൾ സ്ഥലകാലബോധം ഉദിക്കും വിധം അവളെ ഉപേക്ഷിച്ചു. അവൻ തന്റെ ധർമ്മപത്നിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൾക്ക് മുമ്പിൽ അവൻ മനസ്സ് തുറന്നു. മാപ്പപേക്ഷിച്ചു. പക്ഷെ കണ്ണകിയാകട്ടെ
തൻ്റെ കനവിനെ കണ്ടതോടെ എല്ലാം മറന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. மங்கை மான் விழியம்பகள் என் மார் துளைத்ததென்ன பாண்டி நாடனை கண்டு என் மனம் பசலை கொண்டதென்ன நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் இளைத்தேன் துடித்தேன் பொறுக்கவில்லை இடையில் மேகலை இருக்கவில்லை நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீ. തൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുത്തിയ കോവലന് പരിഹാരാർത്ഥം കണ്ണകി തൻ്റെ അമൂല്യരത്നങ്ങൾ ചേർന്ന് കനക ചിലമ്പ് നൽകി ആശ്വസിപ്പിച്ചു. ഈ ചിലമ്പ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വ്യാപാരം നടത്തി നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇരുവരും മധുരയ്ക്ക് പോകാൻ തീരുമാനിച്ചു. നാനാതരം രത്നങ്ങളും പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും വസ്ത്രങ്ങളും എന്തുകൊണ്ടും വ്യാപാരത്തിന് അനുയോജ്യമായ സ്ഥലം. ഐശ്വര്യദേവത വിളയാടുന്ന അങ്ങാടി മധുരാപുരി. കനകച്ചിലമ്പുകളിൽ ഒന്നു വിൽക്കാനായി അങ്ങാടിത്തെരുവിൽ കോവലനുമെത്തി. പക്ഷേ ആരുമറിയാതെ കോവലനെ പിന്തുടരുന്ന ഒരാളുണ്ടായിരുന്നു. പാണ്ഡ്യരാജ്യത്തെ പെരുന്തട്ടാൻ ഭൈരവൻ. ഭൈരവൻ ഒരു കള്ളത്തട്ടാനായിരുന്നു. വ്യാജവേഷം ധരിച്ച് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച പെരുങ്കള്ളൻ. കാഴ്ചയിൽ ഒരുപോലെ ഉണ്ടെങ്കിലും കോവലൻ കൊണ്ടുവന്ന ചിലമ്പിന് 10,000 മടങ്ങ് വിലയുണ്ട്. ഭൈരവൻ തന്ത്രങ്ങൾ മെനഞ്ഞ് ചിലമ്പുമായി പാണ്ഡ്യരാജനെ കാണാൻ മധുരയിലെ കൊട്ടാരത്തിലേക്ക് ചെന്നു. മധുമുഖി മാനിനി ചേരാടും പാലേ ശ്രീയേറും ചീലേ സഖിയേ സഖിയേ നൃത്തം ആരംഭിക്കട്ടെ.
തഞ്ചാവൂർ തായ്മൊഴി നീയേ. தஞ்சாவூர் தாய்மொழி நீயே, செந்தமிழ் பேசும் வாய்மொழி நீயே. മാണിക്യ വാസകർ ജതി പാടും സന്നിധിയിൽ ഇളങ്കോവടി നൽകും നോപുരമണിഞ്ഞിനി ചിലപ്പതികാരത്തിൻ ചിലമ്പൊലി ഉണരുമാ ബാല്യകാല നാട്യശോഭ നോകുമൊരനിതര സ്വരമയ നടനമിത്. കൊണ്ടുവരൂ കളവിന്റെ കലയിൽ പാണ്ഡ്യമന്നന്റെ അറയ്ക്കകം വിളയാട്ടരങ്ങാക്കിയ ആ നിഷേധിയെ. ഒരു ചിന്നയ്യ, ചോദ്യങ്ങൾ ആരംഭിക്കാം. നിന്റെ പേരെന്ത്? പേര് കോവലൻ. ശേഷം പറയുക. പിതാവ് വർത്തകനായ മാച്ചാത്തുവൻ. ജന്മദേശം കാവേരിപ്പൂമ്പട്ടണത്തിലെ വ്യോമകം. യഥാർത്ഥത്തിൽ ചോദിച്ചതിന് മാത്രം മതി സമാധാനം. നാവാട്ടം നാട്ടരജന്റെ തിരുമുമ്പിൽ വേണ്ട. കൽപ്പിച്ച കുറ്റമെന്ത്? ഞാൻ പറയാം. പാണ്ഡ്യ മഹാറാണി ഈ നിൽക്കും പേരഴകിയുടെ മുത്തുകളായിരം ഉള്ളിൽ പതിപ്പിച്ച തങ്കച്ചിലമ്പുകൾ ഒന്ന് മോഷ്ടിച്ചു. ഇല്ല ഇല്ല, അടിയൻ മോഷിച്ചിട്ടില്ല. മോഷണമടിയൻ സ്വീകരിച്ചിട്ടില്ല മഹാരാജൻ. എന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ചിലമ്പ് അടിയന്റെ സ്വന്തമാണ് പൊന്നുടേത്. മോഷണം മാത്രമല്ല, മോഹിപ്പിക്കും ഭാഷണവും വശം. കേമൻ തന്നെ. ഇവനിൽ നിന്ന് പിടിച്ചെടുത്ത തങ്കച്ചിലമ്പ് തൂക്കക്കണക്കിൽ പൊന്നെത്ര വില വരുന്നതാണ്? 3000-ഓളം വരാഹം വിലയുണ്ടാവും ഗുരു. കേട്ടില്ലേ മഹാരാജൻ? ഇത് തന്നെയാണ് നാം നേരത്തെ 2 അസംബന്ധ ചോദ്യങ്ങൾ ചോദിച്ചതും. 3000 പൊൻവരാഹം വിലമതിക്കും ചിലമ്പ് സ്വന്തമായുള്ള കോടീശ്വര പ്രഭു ഉടുക്കാൻ കാൽക്കാശു വിലയില്ലാത്ത കീറച്ചാൻ. ആ ചിലമ്പ് ഇവന്റെ അല്ല എന്ന് തെളിയിക്കാൻ ഇനി ചോദ്യം വേറെ വേണോ തമ്പുരാനെ? ബോധ്യപ്പെട്ടിരിക്കുന്ന മഹാഗുരു, അങ്ങ് അസാമാന്യൻ തന്നെ. ഇല്ല തമ്പുരാനെ, അടിയന്റെ ഭാര്യയുടേതാണ് ഈ ചിലമ്പ്. ഒരിക്കലും അടിയൻ. മതി. ഒരു മണിപ്പോലും വ്യത്യാസമില്ലാത്ത വിധം സാമ്യം. കൊത്തുകളും ചുരുട്ടുകളും ചുറ്റുനൂലുകളും വരെ ഒന്ന്. എന്റെ പക്കൽ ശേഷിക്കുന്ന ഒറ്റ ചിലമ്പ് ഇതും ഒന്ന്. ഇല്ല ഇല്ല തമ്പുരാട്ടി, ഇത് അടിയന്റെ ഭാര്യ കണ്ണകി കാത്തുവെച്ച കാൽച്ചിലമ്പുകളിൽ ഒന്നാണ്. ദാരിദ്ര്യം കാരണം വിൽക്കാൻ തന്നെ ഏൽപ്പിച്ചു വിട്ടത്. സമയമിട തന്നാൽ ആയവളെ നേരിൽ വരുത്തി തെളിയിച്ചു തരാം. അടിയൻ സത്യമാണ് പറയുന്നത്. അടിയനെ വിശ്വസിക്കണേ. അടിയനെ ശിക്ഷിക്കല്ലേ പൊന്നു തമ്പുരാനെ. വിധിക്കണം മഹാപ്രഭു. ഇനി എന്തിനമാന്തം? പാണ്ഡ്യമന്നൻ നെടുഞ്ചേഴിയൻ വിധിക്കുന്നു. കോവലൻ എന്ന ഈ കൊടുങ്കള്ളനെ കഴിവേറ്റുക. കോവലന്റെ വിയോഗവിവരമറിഞ്ഞ കണ്ണകി ഒരു കൊടുങ്കാറ്റായി കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. ഞാൻ വന്നത് ന്യായവും നീതിയും നോക്കാതെ നെടുംചേഴിയനും കൂടെയുള്ളവരും ചേർന്ന് ചുട്ടു തിന്നൊരുത്തന്റെ ഉയിരിന് കാരണം ചോദിക്കാൻ. ഗുരു പറയുക, നീ ആര്? ഇന്നേക്ക് വാരമൊന്നു മുമ്പ് ഈ കൊട്ടാരത്തിന്റെ നെറികെട്ട ക്രൂരത കഴുത്തിൽ കുരുക്കിട്ട് കൊന്ന കോവലന്റെ പെണ്ണ് കണ്ണകി. ആ ചിലമ്പ് നിങ്ങളുടേതല്ല, എന്റേതാണ്. അദ്ദേഹത്തിൽ നിന്നും കിട്ടിയത് നിങ്ങളുടേതാണെങ്കിൽ ഇനി എന്റെ കയ്യിൽ ഈ ഇരിക്കും ചിലമ്പിന്റെ ഒറ്റ എവിടെ? നോക്ക്. ഒന്നുപോലിരിക്കുന്നു. എന്റെ ചിലമ്പ് ഇതുപോലെ തന്നെ. തമ്പുരാട്ടി, അത് എന്റെ കാൽച്ചിലമ്പുകളാണ്. അതെങ്ങനെ ശരിയാവും? പൊതിഞ്ഞ തങ്കത്തിന് 3000-ഉം അകത്ത് വെച്ച 1001 മുത്തുകൾക്ക് ലക്ഷോപലക്ഷവും വരാഹം വിലയുള്ള ചിലമ്പ് വാങ്ങാൻ ഒരു പ്രജയ്ക്ക് ഒരിക്കലും കഴിയില്ല. മുത്തുകൾ, റാണിയുടെ ചിലമ്പിനുള്ളിൽ മുത്തുകൾ. ഞാൻ പറഞ്ഞില്ലേ, അന്യായമായി നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നതാണെന്ന്. എന്റെ ചിലമ്പിനുള്ളിൽ മുത്തുകളല്ല, രത്ന
നിങ്ങൾ മാത്രമാണ്. ദാ, ദാ കണ്ടോ? അധികാരത്തിന്റെ മറവിൽ നിസ്സഹായരായ പ്രജകളെ എന്തും ചെയ്യാമെന്ന് ധാർഷ്ട്യം പുതച്ച് ലോകത്തെ സകല ഭരണകർത്താക്കൾക്കും സാമ്രാജ്യങ്ങൾക്കും താക്കീതായി കണ്ണകി എന്ന പെണ്ണിന്റെ നെഞ്ചു പൊള്ളിയ നേരിന്റെ തീജ്വാല ദൈവക്കോലമായി ഉറഞ്ഞു വന്ന് അധർമ്മം പെരുങ്കളിയാട്ടം നടത്തുന്ന പാണ്ഡ്യ നാടിന്റെ മധുരാപുരിയെ ചുട്ടരിക്കട്ടെ. കണ്ണകി ഒരു കാലഘട്ടത്തിന്റെ കഥയല്ല, സകല കാലഘട്ടത്തിലുമുള്ള സ്ത്രീപക്ഷ സൃഷ്ടികളുടെ സാർവ മാതൃകയാണ്. അധികാരവർഗത്തിന്റെ അഹന്തയുടെ കാട്ടുതീയിൽ അടിയാളൻ എരിഞ്ഞടങ്ങുമ്പോൾ അവർക്കായി ഉയരുന്ന പെൺമയുടെ തീനാളം. കോപത്താൽ ജ്വലിച്ചു നിന്ന കണ്ണകി മധുര മീനാക്ഷിയുടെ ആഗ്രഹപ്രകാരം ശാന്തയായി, മംഗളാദേവിയായി, കൊടുങ്ങല്ലൂരമ്മയായി, ക്ഷിപ്രപ്രസാദിയായ ആറ്റുകാലമ്മയായി. അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് മീനം കൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ ചടുല നടനമോട് ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട്. അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് മീനം കൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ ചടുല നടനമോട് ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട്. അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പന്തളയും ഉടലിലിട്ടൊരരുണാസ്തിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയും ഇടയും ഉഗ്ര നടനമാടുകണ്ണമ്മേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ.